അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നമ്മുടെ സഹോദരൻ അബ്ദുറഹീം, അദ്ദേഹവുമായി ബന്ധപ്പെട്ട വളരെ ചൂടുപിടിച്ച ചർച്ചയാണ് സമൂഹമാധ്യമങ്ങളിലും അതേപോലെ തന്നെ മറ്റു മീഡിയകളിലുമൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മോചനത്തിന് വേണ്ടി 34 കോടി രൂപ അത് സമാഹരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അബ്ദുറഹീമിനെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി ഇത്രയും ഭീമമായ ഒരു സംഖ്യ സമാഹരിച്ച് മലയാളികൾ ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ നന്മയുടെ, പരസ്പര സഹകരണത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു ഉദാഹരണവും കൂടിയാണത്. വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. എന്നാൽ അബ്ദുറഹീമുമായി ബന്ധപ്പെട്ട ഈ ഒരു വിധി, അതല്ലെങ്കിൽ ഈ ഒരു കേസ്, ഇതിൻ്റെ മറവിൽ ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ ശരീഅത്തിനെയും മുസ്ലിമീങ്ങളെയും കൂട്ടത്തിൽ സൗദി അറേബ്യയുമൊക്കെ അപഹസിക്കുകയും പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആളുകളെ സമൂഹമാധ്യമങ്ങളിലും മറ്റുമൊക്കെ ശ്രദ്ധിക്കാനിടയായി. അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരവസരം വീണ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്ലാമിനെ കളിയാക്കണം, അതല്ലെങ്കിൽ ഇസ്ലാമിനെ പരിഹസിക്കണം. അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ ഈ ഒരു സംഭവത്തെ മറപിടിച്ചുകൊണ്ട് പല രൂപത്തിലുള്ള പരിഹാസങ്ങളും അതേപോലെ വിമർശനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു കയ്യബദ്ധത്തിന് വധശിക്ഷ നടപ്പിലാക്കിയ കാടൻ നിയമമാണ് ഇസ്ലാമിൻ്റെ നിയമം. അബ്ദുറഹീമിനൊരു കയ്യബദ്ധം സംഭവിച്ചു, അതിൻ്റെ പേരിലാണ് വധശിക്ഷ വിധിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ശരീഅത്തും ഇസ്ലാമിക നിയമങ്ങളൊക്കെ കാടൻ നിയമമാണ്, ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്നൊക്കെയുള്ള രൂപത്തിലുള്ള കമൻറ്റുകളും അഭിപ്രായങ്ങളുമൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ ചില ആളുകൾ ഇങ്ങനെ പ്രചാരണം നടത്തുമ്പോൾ കഥയറിയാതെ അങ്ങനെ തന്നെയാണല്ലേ, ശരിയാണ്, ഒരു കയ്യബദ്ധം, അതിൻ്റെ പേരിലാണല്ലോ ഈ വധശിക്ഷ വിധിക്കപ്പെട്ടത് എന്നൊക്കെ പല ആളുകളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യവും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചത് നമ്മളെല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും അതേപോലെ പല ന്യൂസുകളൊക്കെ നമ്മൾ കേട്ടു. എങ്കിൽ പോലും ഒന്നുകൂടെ നമുക്ക് ഈ ഒരു വിഷയത്തിൽ ചില വ്യക്തതകൾ ഉണ്ടാകേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അബ്ദുറഹീമിന് സൗദിയിൽ വധശിക്ഷ വിധിക്കപ്പെട്ടത്? അബ്ദുറഹീമിന് ഈ വിഷയത്തിൽ ഒരു കയ്യബദ്ധം സംഭവിച്ചതാണോ, അതല്ല അദ്ദേഹം ബോധപൂർവം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വല്ല വീഴ്ചകളും ഉണ്ടായിട്ടുണ്ടോ? വിശദമായി തന്നെ ഈ ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ചർച്ച ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അബ്ദുറഹീമിനെ ഒരു ക്രിമിനലായി അവതരിപ്പിക്കാനോ അദ്ദേഹം ഒരു കുറ്റവാളിയാണ് എന്ന് സമർത്ഥിക്കാനോ ഒന്നുമല്ല നമ്മൾ ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. മറിച്ച് ഈ ഒരു സംഭവത്തിൻ്റെ മറവിൽ ഇസ്ലാമിനെ പരിഹസിക്കുന്ന, ഇസ്ലാമിൻ്റെ ശരീഅത്തിനെ പരിഹസിക്കുന്ന ആളുകൾ ചില വസ്തുതകൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നതിനു വേണ്ടിയും അവരെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയുമാണ്. സഹോദരങ്ങളെ, എന്താണ് വസ്തുത? ഈ ഒരു കേസ് സംഭവിക്കുന്നത് 2006-ലാണ്. ഈ ഒരു കേസിൻ്റെ തുടക്കത്തിൽ 2006-ൽ തന്നെ അബ്ദുറഹീമിൻ്റെ ഈ വിഷയം, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ കേസ് കോടതിക്ക് മുമ്പിൽ പരിഭാഷപ്പെടുത്തിയ ഒരാളുണ്ടായിരുന്നു. അതായത് സൗദി അറേബ്യയിലൊക്കെ നമുക്കറിയാവുന്ന വസ്തുത, ഒരു കേസ് ഉണ്ടാകുന്ന സമയത്ത് ആ കേസിൽ പിടിക്കപ്പെട്ട പ്രതി, അയാൾക്ക് അറബി ഭാഷ അറിയില്ല എങ്കിൽ അയാളുടെ ഭാഷ്യം, അയാൾ പറയുന്ന കാര്യങ്ങൾ കോടതിയിലുള്ള ജഡ്ജിക്ക് മുമ്പിൽ അത് മനസ്സിലാക്കി പരിഭാഷപ്പെടുത്തി കൊടുക്കുന്ന ഒരു പരിഭാഷകനുണ്ടാകും, മുത്തറജിമുണ്ടാകും. ഈ കേസിൻ്റെ തുടക്കത്തിൽ തന്നെ അബ്ദുറഹീമിൻ്റെ വിഷയം കോടതിയിൽ അവതരിപ്പിച്ച ഒരാളായിരുന്നു ബഹുമാന്യനായ അലവിക്കുട്ടി മൗലവി. അദ്ദേഹം ദീർഘകാലം 30 വർഷത്തോളം സൗദി അറേബ്യയിൽ ജോലി ചെയ്ത വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹമാണ് ഈ കേസ് പരിഭാഷപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ എന്താണ് സംഭവിച്ചത് എന്ന് വളരെ വ്യക്തമായി തന്നെ അലവിക്കുട്ടി മൗലവി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റൊരു വ്യക്തിത്വം നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഉമർ മൗലവി റഹ്മഹുല്ലയുടെ മകൻ മുബാറക് മദീനി. അദ്ദേഹവും ദീർഘകാലം UAE-യിൽ മുത്തറജിമായി അഥവാ പരിഭാഷകനായി, കോടതിയിൽ പരിഭാഷകനായി ജോലി ചെയ്ത ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹവും ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. ഏതാണെങ്കിലും അബ്ദുറഹീമിൻ്റെ ഈ വിഷയം എന്താണ് സംഭവിച്ചത് എന്ന് വളരെ വ്യക്തമായി തന്നെ
അലവിക്കുട്ടി മൗലവി നമ്മളോട് സംസാരിക്കും. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇത് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നിങ്ങളെല്ലാവരും ശ്രവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. حتى يتبين لهم أنه الحق. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രചാരണങ്ങൾ, ഒരു കയ്യബദ്ധം സംഭവിച്ചതിൻ്റെ പേരിൽ ഒരാളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുക, അതല്ലെങ്കിൽ വധശിക്ഷ വിധിക്കുക, എന്തൊരു കാടൻ നിയമമാണ് ഇസ്ലാമിൻ്റെ നിയമം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ കേസ് ട്രാൻസ്ലേറ്റ് ചെയ്ത അല്ലെങ്കിൽ പരിഭാഷപ്പെടുത്തിയ ഒരാൾ എന്ന നിലക്ക് താങ്കൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്താണ്? ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. 2006 ഞാൻ സൗദി അറേബ്യയിലെ റിയാദിൽ ജാരിയാത്ത് ദഅവ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോടതിയിൽ മലയാള പരിഭാഷകനായി ആരുമില്ല, മറ്റുള്ള പരിഭാഷകരൊക്കെ ഉണ്ട്. കാരണം മലയാളികളുടെ കേസ് വളരെ അപൂർവമായിട്ടാണ് വരാറുള്ളത്. അവരെല്ലാം ഹിന്ദിക്കാരെന്ന പേരിൽ ഇന്ത്യയുടെ മുത്തർജിമീങ്ങൾ ഉറുദുക്കാരും അതുപോലെ ഹിന്ദിക്കാരെല്ലാം പരിഭാഷകരുണ്ടാവുന്നതാണ്. എന്നാൽ മലയാളികൾക്കാരും പരിഭാഷകരായില്ല. അങ്ങനെ എന്നെ വിളിക്കും മലയാളികൾ കേസ് വന്നാൽ. 2006 ഈ റഹീമിൻ്റെ കേസ് വന്നു. അങ്ങനെ കോടതിയിൽ നിന്ന്, വലിയ കോടതിയിൽ നിന്ന്, മുഹ്കമത്തുൽ കുബ്ര എന്ന് പറയും, ആ കോടതിയിൽ നിന്ന് എന്നെ വിളിച്ച സമയത്ത് ഞാൻ കോടതിയിൽ ഹാജരായി. അങ്ങനെ ഈ റഹീമിനെയും അതുപോലെ ഈ റഹീമിൻ്റെ കഫീൽ സൗദിൻ്റെ ആ മരിച്ച കുട്ടിയുടെ വാപ്പയും എല്ലാം വന്നിട്ടുണ്ട്. അവിടെ വെച്ച് അവൻ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ, ഒരു കേസ് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം ചോദ്യം ചെയ്ത് എല്ലാം റെക്കോർഡാക്കി, എല്ലാം ചോദ്യം ചെയ്ത് കഴിഞ്ഞ് റെക്കോർഡാക്കിയതിന് ശേഷം ആ ഫയലുകളാണ് കോടതിയിലേക്ക് അയക്കാറുള്ളത്. അത് നോക്കിയിട്ട് ജഡ്ജിമാർ, ഖാദിമാർ ഇവരോട് വായിച്ചു കേൾപ്പിക്കും, ചോദിക്കും ഈ പറയുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നെല്ലാം. അപ്പം അതിൽ നിന്ന് ഈ അബ്ദുറഹീം സമ്മതിച്ചതാണ് അവൻ ചെയ്ത കുറ്റം. എന്താണ് അബ്ദുറഹീം സമ്മതിച്ചത് കോടതിയിൽ? അവൻ പറഞ്ഞു, ഞാൻ ഈ കുട്ടിയെയും കൊണ്ട്, ഞാൻ ആ വീട്ടിൽ ഡ്രൈവറായിരുന്നു, കുട്ടിയെയും കൊണ്ട് അവനെ മാർക്കറ്റിലേക്കും സൂക്കിലേക്കും മറ്റും കൊണ്ടുപോകാറുണ്ട്. അതിന് ചുമതല എനിക്കാണുള്ളത്. ഒരിക്കൽ അവനെ മാർക്കറ്റിൽ കൊണ്ടുപോകുന്ന സമയത്ത് സിഗ്നലിൻ്റെ അടുത്ത് വണ്ടി നിർത്തി. അങ്ങനെ വണ്ടി നിർത്തിയപ്പോൾ അവൻ പറഞ്ഞു, കുട്ടി അനസ് പറഞ്ഞു വണ്ടി വിടാൻ വേണ്ടി, നിർത്തല്ല വണ്ടി വിടാൻ, അനസാ കുട്ടിൻ്റെ പേര്, വണ്ടി വിടാൻ ആവശ്യപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞത് പാടില്ല, ചെയ്യൂല എന്ന് പറഞ്ഞു. വീണ്ടും അവൻ ആവർത്തിച്ചു, ഞാൻ ചെയ്തില്ല. അപ്പോൾ അവൻ എൻ്റെ മുഖത്തേക്ക് 1-2 പ്രാവശ്യം തുപ്പിയപ്പോൾ ഞാൻ അവനെ എൻ്റെ കൈകൊണ്ട് അടിച്ചു. അടിച്ചതിൻ്റെ ശേഷം കുറേ കഴിഞ്ഞതിൻ്റെ ശേഷം അവൻ്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും ഒരു നര ഇങ്ങനെ വെളിവായി കണ്ടു. അപ്പോൾ എനിക്ക് ഭയം തോന്നി. അതിൻ്റെ ശേഷം ഞാൻ വണ്ടി അവിടെ നിന്ന് എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടു, മാറ്റി വെച്ചു വണ്ടി. എന്താ സംഭവിച്ചത്? അതിൻ്റെ ശേഷം എനിക്ക് പേടി തോന്നി. ഞാൻ എന്ത് ചെയ്യുമെന്നറിയില്ല, പുതിയ ആളാണ്, ഒന്നും അറിഞ്ഞൂടാ. എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അമ്മാവനാണെന്ന് അവൻ തോന്നുന്നു പറഞ്ഞത്, അദ്ദേഹത്തെ വിളിച്ചു. നസീർ അദ്ദേഹത്തിൻ്റെ പേര്, നസീർ. അങ്ങനെ അമ്മാവൻ വന്നതിന് ശേഷം എന്നോട് പറഞ്ഞു, ഇത് അബദ്ധമായി പോയില്ല, സൗദി അറേബ്യയാണ്, വലിയ വിഷമമാണ്, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, കൊലയ്ക്ക് പ്രതികാരം വീട്ടുകയെന്ന് പറഞ്ഞാൽ കൊലയായിരിക്കും എന്നെല്ലാം പറഞ്ഞു. എന്നെ അമ്മാവനും പേടിപ്പിച്ചു. അതിനുശേഷം അമ്മാവൻ പറഞ്ഞു, നമുക്കൊരു നാടകം കളിക്കാം, ഒരു പോയിന്റ് എടുക്കാം, ഞാൻ എന്നെ പിടിച്ച് കെട്ടിയിടാം, എന്നിട്ട് ആ സീറ്റ് തന്നെ പിടിച്ച് കെട്ടിയിടും, ഇവിടെ കൊള്ളക്കാർ വന്ന് കൊള്ളടിച്ചതാണ് എന്ന് നമുക്ക് വാദിക്കാൻ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ കേസ്, അതിൻ്റെ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തി അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ റഹീം എന്ന് പറയുന്ന വ്യക്തി ഈ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം കോടതിയിൽ സമ്മതിച്ചു അല്ലേ? അടിച്ചു എന്ന് കുട്ടിയെ അടിച്ചിട്ടുണ്ട്, മറ്റൊന്നും പറഞ്ഞില്ല. എന്നെ തുപ്പിയപ്പോൾ ഞാൻ തിരിച്ചു അവനെ അടിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് കുറച്ച് ശേഷം കുട്ടീൻ്റെ വായിൽ നിന്ന് നൊര വന്നു. സംഭവം മുഴുവൻ പറയും. അങ്ങനെ നസീർ പറഞ്ഞു, ഞാൻ കെട്ടിയിട, കൊള്ളക്കാർ വന്ന് കൊള്ളടിച്ചതാണ് എന്ന് വ്യാജേന നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി പോലീസിനോട് എന്ന് പറഞ്ഞു. അങ്ങനെ നസീർ പോയി കടയിൽ പോയിട്ട് കയറ് വാങ്ങിക്കൊണ്ടുവന്നു. കയറ് ഉണ്ടെന്ന് ഇവനെ സീറ്റ് കെട്ടിയിട്ടു. പിന്നെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് വന്നതിന് ശേഷം പോലീസ് അറബിക്ക് ഇവൻ്റെ കഫീലിനെ വിളിച്ചു. കഫീൽ പോലും വന്നു.
അതിന് ശേഷം അവിടുന്ന് വണ്ടി കൊണ്ടുപോയി മറ്റുള്ള ചുറ്റുപാടെല്ലാം അതിന് സംബന്ധമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടന്നു. ഈ കുട്ടിയുടെ രോഗാവസ്ഥയെ പറ്റി അപ്പോഴൊന്നും വേണ്ടത്ര ചിന്തിക്കുക ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയോ ഒന്നും ചെയ്തില്ല, ഇല്ല. കാരണം അത് ആ കുട്ടീൻ്റെ മരിച്ച കുട്ടീൻ്റെ ഉപ്പ പറഞ്ഞു, എനിക്ക് വിഷമമില്ലായിരുന്നു, പ്രയാസമില്ലായിരുന്നു, ഇത് നമുക്ക് മാപ്പ് ചെയ്ത് കൊടുക്കായിരുന്നു. കുട്ടി 1 മണിക്കൂർ കഴിഞ്ഞ് അടിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടി മരിക്കുന്നതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അപകടം പറ്റിയ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടി മരിക്കുന്നത് എന്നാണ് പോലീസ് റിപ്പോർട്ടുള്ളത്. അന്ന് കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണെങ്കിൽ, അതല്ലെങ്കിൽ എന്നെ വിളിച്ചതാണെങ്കിൽ അവനക്ക് രക്ഷപ്പെടായിരുന്നു, എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ആ മനഃപൂർവ്വം അവൻ ചെയ്തതാണ് എന്നാണ് അവർ കോടതിയിൽ ബോധിപ്പിച്ചത്. മനഃപൂർവ്വം അല്ലെങ്കിൽ അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ എന്നെ വിളിക്കും. ആ മനഃപൂർവ്വം കുട്ടി മരിക്കട്ടെ എന്നുള്ള ഉദ്ദേശമാണ് അവൻ്റെയൊക്കെയുള്ളത് എന്നാണ് അവർ വാദിച്ചത് കോടതിയിൽ. അപ്പോൾ കുട്ടിയുടെ ഒരു സംരക്ഷണം ഏൽപ്പിച്ച ഒരാൾ ആ കുട്ടിയെ വേണ്ട രൂപത്തിൽ സംരക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, കുട്ടിക്കൊരു അപകടം, അത് ഇനി അബദ്ധത്തിലാണെന്ന് സങ്കല്പിച്ചാൽ പോലും അപകടം സംഭവിച്ച സ്ഥിതിക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കാതെ, അതാണ് ആ പോയിന്റ് അവർ പറഞ്ഞത്. എനിക്ക് വിളിച്ചാൽ മതിയായിരുന്നു, രണ്ടും ചെയ്തില്ല. ഉടനെ കുട്ടിയുടെ അവസ്ഥ പരിഗണിച്ച് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ രക്ഷപ്പെട്ടിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം കുട്ടി മരിക്കുന്നതെന്നാണ് പോലീസ് റിപ്പോർട്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്താണ് നിങ്ങളെ അനുഭവം? എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട്? അബദ്ധമാണെങ്കിൽ കാരണം അവൻ സമ്മതിക്കില്ലല്ലോ. അവൻ കോടതിക്ക് വരുന്നതിന് മുമ്പ് തന്നെ പോലീസ് ചോദ്യം ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്, അങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. പിന്നെ അബദ്ധമാണെങ്കിൽ ഈ കുട്ടീൻ്റെ ഉപ്പ പറഞ്ഞ മാതിരി അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അതല്ലെങ്കിൽ ഉപ്പാനെ വിളിക്കണം. ഒന്നും ചെയ്യാതെ അവൻ്റെ കൂട്ടുകാരനെ അറിയിച്ചു. എന്നിട്ട് അവർ വേറെ നിലക്കാണ് കെട്ടി ചമച്ചുണ്ടാക്കിയത്. അപ്പം സാധ്യമല്ലല്ലോ. പിന്നെ അബദ്ധമാണെങ്കിൽ പറയുന്നത് എങ്ങനെ, അനക്കല്ലാത്ത, തീരെ സുഖമില്ലാത്ത, ഒന്നായിട്ട് നശിച്ച കുട്ടിയാണെന്നാണ് പറയുന്നത്. അങ്ങനത്തെ കുട്ടിയെ രക്ഷിതാക്കൾ ഹോസ്പിറ്റൽ അല്ല അവൻ്റെ കൂടെ അങ്ങാടിക്ക് പറഞ്ഞാൽ വിടൂല്ലല്ലോ. 16 വയസ്സാന്ന് തോന്നുന്നുണ്ട്. 16 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ഈ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ അനസിന്റെ കുടുംബവും അതേപോലെ റഹീമും ഒക്കെ ഹാജരായിട്ടുണ്ട്. അനസിന്റെ കുടുംബമില്ല, അനസിന്റെ വാപ്പുണ്ട്. അനസിന്റെ വാപ്പുണ്ട്. നിങ്ങൾ കോടതിയിൽ പോകുന്ന സമയത്ത് അനസിന്റെ വാപ്പുണ്ട്, റഹീമുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അനസിനോട് നിങ്ങൾ റഹീമിനോട് ഓരോന്ന് ചോദിക്കുന്നു. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ജഡ്ജിക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട്. ഇത് ഏകദേശം എത്ര വർഷം മുമ്പാണ് സംഭവിച്ചത്? 2006 തുടക്കത്തിൽ തന്നെ, ഈ കേസിന്റെ ആരംഭത്തിൽ തന്നെ നിങ്ങളാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ബ്ലഡ് മണി തീരുമാനിക്കുന്നത്, ദിയാധനം തീരുമാനിക്കുന്നത് ഈ കുടുംബാണ് അല്ലേ? ആ കുടുംബാണ്, അല്ലാണ്ട് ഗവൺമെന്റിന് അതിൽ നിയമത്തിലൊന്നുമില്ല. കാരണം അവരാക്കാറില്ല, അവർക്ക് കിട്ടേണ്ട അവരാ തീരുമാനിക്കല്. ഈ കുടുംബം സാമ്പത്തികമായിട്ട് എങ്ങനെയാണ് എന്താ അറിയില്ല, നമുക്കറിയില്ല. സമ്പന്നരല്ല മനസ്സിലാവുള്ളൂ. അങ്ങനെ തോന്നുന്നത് നമ്മുടെ കോടതിയിൽ മാത്രം ബന്ധമുള്ളൂ. അതിനുശേഷം പിന്നെ അനസിനെ കാണാൻ വേണ്ടി ജയിലിൽ പോയി, റഹീമിനെ കാണാൻ വേണ്ടി ജയിലിൽ പോയിരുന്നു. സംസാരിച്ചിട്ടുണ്ട്. ഈ നസീറിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ നസീറിനെ കോടതിയിൽ നിന്ന്, ജയിലിൽ നിന്ന് കണ്ടിട്ടുണ്ട്. നസീർ പിന്നീട് മോചിപ്പിക്കപ്പെടുകയാണ് ചെയ്തത് അല്ലേ? നസീർ 8-10 വർഷം കഴിഞ്ഞതിന് ശേഷം അവന് ഇതിൽ ഈ കൊലയിൽ പങ്കാളിയില്ല. അവനെ സഹായിച്ചതും കേസ് മറച്ചു വെച്ചതും അതിനുള്ള കുറ്റം 10 വർഷത്തോളം അവൻ ജയിലിൽ അനുഭവിച്ചു. ഏതായിരുന്നാലും ഈ സംഭവം ചൂഷണം ചെയ്തിട്ട്, സാധാരണ ചൂഷണം ചെയ്യുന്ന ഒരു വർഗം ഇവിടെ സ്ഥിരമായിട്ടുണ്ട്. ഇസ്ലാമിനെ പറ്റി എന്തെങ്കിലും ഒരു ചെറിയ വടി കിട്ടാൻ നോക്കി നടക്കുന്ന ഒരു വലിയ ഒരു കൂട്ടരിവിടെ മൊത്തത്തിലുണ്ട്. പിന്നെ ഇപ്പോഴത്തെ സൗകര്യമാണല്ലോ, ആർക്കും എന്തും പറയാനും അത് പ്രചരിപ്പിക്കാനും യാതൊരു പ്രയാസമില്ല. അവര് സാധാരണ പോലെ ഈ വിഷയം എടുത്തുകൊണ്ട് നിരപരാധിയാണ്, കയ്യബദ്ധമാണ്, അതിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, അത് അപ്പോൾ ഇസ്ലാമിക ശരീഅത്തിനെയും അതുപോലെ കോടതികളെയും കൂട്ടത്തിൽ സൗദി അറേബ്യനെയും ഒക്കെ തരം താഴ്ത്തുന്ന, അധിക്ഷേപിക്കുന്ന നിലക്കുള്ള പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മൗലവി സാഹിബിനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരികയും ഈ കാര്യം താല്പര്യമുള്ളവർക്കെങ്കിലും ഇത് എത്തിച്ചു കൊടുക്കണം എന്നുള്ള നിലക്ക് ഇവിടെ വന്നത്. ഏതാണെങ്കിലും ഇതിൽ പങ്കെടുത്ത് എൻ്റെ കൃത്യമായ വിവരം ഞങ്ങൾക്ക് പറഞ്ഞു തന്ന നിങ്ങൾക്ക് അലവിക്കുട്ടി മൗലവിക്ക് എല്ലാ നിലക്കുള്ള നന്ദിയും രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാനും അത് പ്രചരിപ്പിക്കാനും നമുക്കെല്ലാവർക്കും
തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. ബഹുമാന്യനായ അലവിക്കുട്ടി മൗലവിയുടെ സംസാരം നിങ്ങൾ കേട്ടല്ലോ. ഇനിയൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാത്ത വിധം ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുള്ള അലവിക്കുട്ടി മൗലവി നമുക്ക് കാര്യങ്ങൾ വിശദമായ നിലക്ക് തന്നെ വിശദീകരിച്ച് തന്നിരിക്കുകയാണ്. ഇതൊന്നും അറിയാതെ, ഈ കേസിൻ്റെ ഈ രൂപത്തിലുള്ള വിശദാംശങ്ങളൊന്നും അറിയാതെയാണ് ഈ വിഷയത്തിൽ പലരും അഭിപ്രായം പറയുന്നതും ഇസ്ലാമിനെ കുതിര കയറുന്നതും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ കാടൻ നിയമമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രൂപത്തിലുള്ള പരിഹാസങ്ങൾ നടത്തുന്നത്. ഈ രൂപത്തിലുള്ള തെളിവുകൾ ഏതൊരു കോടതിയുടെ മുമ്പിൽ എത്തുകയാണെങ്കിലും ആ പ്രതിക്ക് എതിരിലായിരിക്കും കോടതിയിൽ നിന്ന് വിധി വരിക. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ തെളിവുകളെല്ലാം വെച്ചുകൊണ്ടാണ് കീഴ്ക്കോടതികൾ അബ്ദുറഹീം ബോധപൂർവമാണ് കൊലപാതകം നടത്തിയത് എന്ന് കണ്ടെത്തുന്നത്. നമ്മൾ വീണ്ടും പറയുന്നു, അദ്ദേഹത്തെ ഒരു ക്രിമിനലായി കുറ്റവാളിയായി അവതരിപ്പിക്കുകയല്ല നമ്മുടെ ലക്ഷ്യം. എങ്കിലും അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ചില ശ്രദ്ധക്കുറവുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നും അതേപോലെ തന്നെ ചില തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് കീഴ്ക്കോടതികളുടെ നിരീക്ഷണത്തെ സൗദിയിലെ ഹൈക്കോടതി ശരിവെക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിധി വരുന്നത്. ഇത് ഏതൊരു നിയമവ്യവസ്ഥയുടെ മുമ്പിൽ ഈ രൂപത്തിൽ ഒരു വിധി ഉണ്ടായി കഴിഞ്ഞാലും എന്താ സംഭവിക്കുക? അവിടെ ശിക്ഷ നടപ്പാക്കും. അവിടെ പിന്നെ കോടികളുടെ കണക്കോ അതല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാനോ ഒന്നിനും അവിടെ അവസരമില്ല. ആ ശിക്ഷയാണ് നടപ്പിലാക്കും. എന്നാൽ ഇവിടെയാണ് ഇസ്ലാമിക ശരീഅത്തിൻ്റെ പ്രസക്തിയും അതിൻ്റെ മാനവികതയും ഒന്നുകൂടെ ബോധ്യപ്പെടുന്നത്. ഇതാരും പറയൂല. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചർച്ചകൾ നടന്നു, ഇസ്ലാമിനെ എത്ര പരിഹസിച്ചു. എന്നാൽ ഇതിലും നോക്കൂ നിങ്ങൾ, ഇസ്ലാമിൻ്റെ മാനവികമായ മൂല്യങ്ങളാണ് ഇവിടെ മുളച്ചു നിൽക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്തെ ഏതൊരു നിയമവ്യവസ്ഥയാണെങ്കിലും ഈ പ്രതിക്ക് എതിരിലാണ് നിയമങ്ങളെങ്കിൽ ആ പ്രതി ശിക്ഷിക്കപ്പെടും. അതല്ലെങ്കിൽ അവിടെ ആ പ്രതി കൊല ചെയ്യപ്പെടും. അവിടെ പിരിവിനൊന്നും പിന്നെ അവസരം ഉണ്ടാവില്ല, കോടികൾക്ക് അവസരം ഉണ്ടാവില്ല, ജനകീയ കൂട്ടായ്മക്കൊന്നും അവസരം ഉണ്ടാവില്ല. എന്നാൽ ഇസ്ലാമിക ശരീഅത്ത് അയാൾക്ക് അവസാനമായ ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ആ പ്രതീക്ഷ എന്താണ്? കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കൾ, ആ ബന്ധുക്കൾക്ക് ഈ പ്രതിക്ക് മാപ്പ് നൽകാൻ ഇസ്ലാം അവസരം നൽകുന്നുണ്ട്. ശരി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞു, ഇനി മറ്റാളും കൊല്ലപ്പെട്ടിട്ട് എന്താണ് കാര്യം? അയാൾക്ക് ഞങ്ങളിതാ നിരുപാധികം മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കൾ അവർ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പ്രതി രക്ഷപ്പെടും. ഇനി അതല്ല, ഞങ്ങൾക്ക് ദിയ തന്നാൽ മതി, ബ്ലഡ് മണി തന്നാൽ മതി, എന്നാൽ ഞങ്ങൾ സ്വതന്ത്രരാക്കാം എന്ന ഒരു ഓപ്ഷനും കൂടെ അവർക്ക് ഇസ്ലാം നൽകുകയാണ്. ആ ബന്ധുക്കളുടെ ആ ഒരു അധികാരത്തിൻ്റെ ആ ഒരു അധികാരം നൽകപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ്, അതിൻ്റെ മറവിലാണ് അബ്ദുറഹീം നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അദ്ദേഹത്തിന് വേണ്ടി പണം പിരിക്കാൻ നമുക്ക് അവസരമുണ്ടാകുന്നത്. ഇത് ഇസ്ലാമിക ശരീഅത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പോലുമില്ല. രാഷ്ട്രപതി കനിയണം. എന്നാൽ സൗദിയിൽ അങ്ങനെയല്ല. രാഷ്ട്രപതിയോ അവിടുത്തെ ഭരണാധികാരിയോ ആര് തീരുമാനിച്ചാലും ആരുദ്ദേശിച്ചാലും ഒരു കുറ്റവാളിക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടാൽ അയാളെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല. കുറ്റവാളി ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ആ വിധി നടപ്പിലാക്കണോ, ആ പ്രതി കൊല്ലപ്പെടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അവകാശം ആ കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കൾക്കാണ് ഇസ്ലാം നൽകുന്നത്. കാരണം അതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നതും പ്രയാസപ്പെടുന്നതും ആരാണ്? ആ ബന്ധുക്കളാണ്. അതുകൊണ്ട് അവരുടെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് ഇസ്ലാം അതിനുള്ള അവകാശം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് പിരിക്കാൻ അവസരമുണ്ടായത്. ഈ ഒരു കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ അബ്ദുറഹീമിന് നാട്ടിലെത്താൻ സാധിക്കുമായിരുന്നില്ല. എന്താണ് ഈ മാനവികമായ വശം? ഇത്തരം വിമർശകർ പറയാത്തത് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ, വീണ്ടും നമ്മൾ ആവർത്തിച്ച് പറയണം, എപ്പോഴും പറയാവുന്ന കാര്യം, ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും അത് മാനവികമാണ്. മനുഷ്യന് എതിരായ ഒരു നിയമവും ഇസ്ലാമിലില്ല. ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ, മാനവികമാണ്. എന്താണ് അവിടെ ഇസ്ലാം ഈ ശിക്ഷാ നിയമങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മനുഷ്യൻ്റെ സമാധാനപൂർണമായ ജീവിതമാണ് അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഇവിടെ കുറ്റകൃത്യങ്ങൾ ഇല്ലായ്മ ചെയ്യുകയാണ് ഇസ്ലാമിൻ്റെ ഈ രൂപത്തിലുള്ള ശിക്ഷാ വിധികളെ കൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരാൾ കൊല ചെയ്താൽ ആ കൊലയാളിയെ കൊല്ലുക എന്ന പ്രതിക്രിയ, അതെന്താണ് സത്യത്തിൽ? കുറേ ആളുകളെ പിടിച്ച് കൊല്ലണം എന്നാണോ? അല്ല. അതല്ലെങ്കിൽ അവിടെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാനൊരാളെ അകാരണമായി കൊന്നാൽ എനിക്കിവിടെ സമാധാനത്തോടു കൂടെ ജീവിക്കാൻ കഴിയില്ല, ഞാനും ശിക്ഷിക്കപ്പെടും, ഞാനും കൊല്ലപ്പെടും എന്നൊരു ബോധം എനിക്കുണ്ടെങ്കിൽ കൊല ഉണ്ടാവില്ല.
ആ കുറ്റകൃത്യത്തെ കുറക്കാൻ കഴിയും. ഇങ്ങനെ തന്നെയാണ് ഇസ്ലാമിലെ ഓരോ ശരീഅത്തിലെ ഓരോ ശിക്ഷാ നിയമങ്ങളും. ആ കുറ്റകൃത്യത്തെ ഇല്ലായ്മ ചെയ്യുവാനും കുറ്റവാളികളിൽ മനസ്താപമുണ്ടാക്കി തീർക്കുവാനും ഒക്കെയുള്ള നിയമങ്ങളാണ് ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനെക്കുറിച്ച് വിശദമായി പഠിച്ചാൽ അത് ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്. എന്നാൽ ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കാതെയാണ് ഈ രൂപത്തിൽ ഈ വിഷയത്തിൽ പലരും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു കയ്യബദ്ധമായി പോയി, അതിൻ്റെ പേരിലുള്ള ഈ നിലക്കുള്ള വിധി അതിക്രൂരമായി പോയി എന്നൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഏതാണെങ്കിലും ഈ രൂപത്തിലുള്ള ഒരു കേസിൽ കുടുങ്ങിയ നമ്മുടെ സഹോദരന് അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ അടുക്കലേക്ക് തിരിച്ചു വരാൻ മലയാളികളായ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവസരമുണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അത് വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് സമാധാനത്തോടെ സന്തോഷത്തോടെ തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇതിൻ്റെ മറവിൽ ഇസ്ലാമിനെ പരിഹസിക്കുന്നവർ കാര്യങ്ങൾ കൃത്യമായ നിലയ്ക്ക് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.